ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമ്മൾ ഈ വട്ടയപ്പം റെഡിയാക്കുന്നത് നമ്മൾ അരി കുതിർത്തിയെടുക്കുകയൊന്നും ചെയ്യാതെ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വട്ടയപ്പം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ പത്തിരിയും ഇടിയപ്പമൊക്കെ റെഡിയാക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 1.5 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കപ്പില്ലെങ്കിൽ ഗ്ലാസ്സിൽ വേണമെങ്കിലോ എങ്ങനെ വേണമെങ്കിലോ അളവെടുക്കാം, അത് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ 1.5 കപ്പ് അരിപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചിരകി എടുത്തിട്ട് വേണമെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ തേങ്ങയുടെ ബാക്കത്തെ ഭാഗം ഒഴിവാക്കിയിട്ട് വൈറ്റ് ഭാഗം മാത്രം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂണ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/2 സ്പൂണ് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഏലക്കാപ്പൊടി ഇല്ലെങ്കിൽ ഏലക്ക ഒരു 3 ചേർത്ത് കൊടുത്താലും മതി. നമുക്ക് അതിൻ്റെ ഫ്ലേവർ എത്രത്തോളം ഇഷ്ടമാണെങ്കിൽ 2 3 നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൊടി എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരത്തിനനുസരിച്ചിട്ട് കൂടുതൽ വേണമെങ്കിൽ 1 സ്പൂണും കൂടെ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര മധുരം നല്ല ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ അരിപ്പൊടിയിൽ വ്യത്യാസം വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് 1.5 കപ്പ് വെള്ളം വെച്ചിട്ടാണ് ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അരച്ചെടുത്ത് വരാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ നമ്മുടെ ആ തേങ്ങയൊക്കെ ഇതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് കുറച്ച് പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ചെറിയ പാത്രത്തിൽ ഒഴിക്കാതെ കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമ്മൾ അടിച്ചെടുത്തിട്ടുള്ളത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മളിപ്പോൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊരു 2-2.5 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ കണ്ടില്ല, ഇത്രയും തിക്നെസ്സിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ചെറുകിയ തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുത്താൽ നമുക്ക് ഇതിലിങ്ങനെ ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറുകി എടുത്തിട്ടുള്ളത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് തുറന്ന് നോക്കിയിട്ടുള്ളത്. അപ്പോൾ കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ നമ്മുടെ ഇത് പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിക്ക് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 2.5 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ 2 മണിക്കൂർ വെച്ചാലും ഇതുപോലെ തന്നെ കിട്ടും. സമയമുള്ളവർക്ക് 2.5 മണിക്കൂർ വെക്കാം. ഞാനിപ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തുറന്ന് നോക്കിയിട്ടുള്ളത്. ഇനി ഞാനിപ്പോൾ നമ്മുടെ വട്ടയപ്പം റെഡിയാക്കുന്നത് ഇതുപോലെ കേക്ക് ടിന്നിലാണ്. അപ്പോൾ ഞാൻ നമ്മുടെ കേക്ക് ടിന്നിന് ഇതുപോലെ ഇതിൻ്റെ ഉൾഭാഗം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം.
ആവശ്യത്തിനുള്ള മാവ് ഇതിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് അരിപ്പൊടി വെച്ചിട്ട് 2 വട്ടയപ്പാണ് റെഡിയാക്കി എടുക്കുന്നത്. ഒന്ന് വലുതും ഒന്നതിൻ്റെ കുറച്ച് ചെറുതായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് ഉണക്കമുന്തിരി ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല, വേണ്ടവർ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഇതുപോലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് സ്റ്റീം ചെയ്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ഇതൊരു 20-25 മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റീം ചെയ്തിട്ട് വരും. അപ്പം ഇനി നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസിൽ ഇഡ്ഡലി ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം വെച്ചിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ട് ഇതുപോലെ കമത്തിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മളിത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് പാത്രമാണ് ആവി കയറ്റി വേവിച്ചെടുക്കാൻ എളുപ്പം വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇഡ്ഡലി തട്ടിൽ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ആവിയിൽ ഇത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 20-25 മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ ഇത് റെഡി ആയിട്ട് വരും. അപ്പോൾ ഇനി അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 25 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാനത് അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അരി കുതിർത്തി എടുത്തിട്ടില്ലെങ്കിലും അരിപ്പൊടി വെച്ചിട്ടും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്കിതുപോലെ ഒരു കത്തി വെച്ചിട്ടോ നമുക്ക് ആ സൈഡൊന്നും ഇതുപോലെ അങ്ങ് വിടിയിച്ചെടുക്കാം. അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കൊട്ടിയെടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ സൈഡൊന്ന് വിടിയിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ അങ്ങ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ഇതുപോലെ അങ്ങ് കൊട്ടിയെടുത്താൽ നല്ല ഇതുപോലെ തന്നെ കിട്ടും. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട്ടയപ്പം തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി തേങ്ങ നിങ്ങൾക്ക് കടിക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ തേങ്ങ ചിരകിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ തേങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഇതുപോലെ വട്ടയപ്പം റെഡിയാക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ 2 വട്ടയപ്പാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. ഒന്ന് വലുതും ഒന്ന് ഇതുപോലെ ചെറുതുമാണ് റെഡിയാക്കിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം തന്നെയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാമല്ലോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരുന്നു. അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെ റെഡിയാക്കാമെന്നുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം കഴിക്കാൻ അത്രയും ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.